ഞാനിപ്പോൾ പോയി ആടുജീവിതം കണ്ടിട്ട് വന്നത്. പൃഥ്വിരാജ് രാജുവേട്ടൻ സിനിമയിൽ ജീവിച്ച് നജീബായിട്ട് ഒരു രക്ഷയില്ല. സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് ഹാർട്ടെന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വന്നപ്പോഴത്തേനും രാജുവേട്ടൻ്റെ ഒരു 10 സെക്കൻഡ് സീനുണ്ട്. തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഒന്നും പറയില്ല. പുള്ളി ഒരു സംഭവം. പുള്ളി സൂപ്പറാണ് മനുഷ്യൻ. ആ സമയത്ത് പുള്ളിക്കൊരു ഓസ്കാർ കിട്ടുന്നുണ്ടായിട്ടുണ്ട് അതിനകത്ത്. അത്രയ്ക്ക് സംഭവം, അത്രയ്ക്ക് കിട്ടില്ലായിരുന്നു. പിന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന അത് മാത്രമല്ല, ഇബ്രാഹിം എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട് അതിൽ. ആ ക്യാരക്ടറിൻ്റെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റാമിന ഞാൻ മോനെ. അത് മാത്രമല്ല, അതിൽ ലാസ്റ്റ് ആറാകുമ്പോഴത്തേക്കും ഒരു അറബി വരുന്നുണ്ട് കാറിൽ. ദൈവത്തിനെ കണ്ടടാ. ദൈവം എന്തോന്ന് മനസ്സിലായി. ദൈവത്തിനെ കണ്ടടാ നേരിട്ട്. ദൈവം എന്തോന്ന് മനസ്സിലായി. അത് മാത്രമല്ല, അറബി നിർത്തുന്നൊരു സ്പോട്ടുണ്ട് കാറ്. അപ്പം ബാങ്ക് വിളിക്കും, അല്ലാഹു അക്ബർ എന്ന് പറയും. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഉള്ളി തട്ടി കരഞ്ഞ്. എന്നോ ഫീലാണെന്നറിയോ. ബ്ലസി സാർ ഒരേ പുള്ളി അമ്മാതിരി ഡയറക്ഷൻ. അത് കഴിഞ്ഞ് മലബാർ ഹോട്ടൽ കാണിക്കും. മലയാളി നമ്മൾ പ്രൗഡ് മൊമെൻ്റ് ഒപ്പിക്കുന്ന ഒരു സാധനം. അത് കാണുമ്പോൾ കണ്ടവർക്കറിയാം. അല്ലെങ്കിൽ കണ്ടില്ലേ കാണണം, പോയി തിയേറ്ററിൽ പോയി കാണണം ആ ഒരു മൊമെൻറ്റ് കിട്ടണമെങ്കിൽ. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റോടെ എടുക്കുമ്പോഴത്തേക്കിനെ നാട്ടിലോട്ടൊരു കോളുണ്ട്. ഓളുടെ കരച്ചിൽ നിങ്ങൾ പടം പോയി കണ്ടില്ലേ? കണ്ടു, വർത്തിട്ടാ. കാരണം തിയേറ്ററിൽ കണ്ടില്ല, നിങ്ങൾക്കുള്ള നഷ്ടമാണ്, നിങ്ങളുടെ നഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബ്ലസ്സിയേട്ടാ, രാജുവേട്ടാ, ബെന്യാമേട്ടാ, നജീബിക്ക, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു സിനിമ നമുക്ക് തന്നതിന്. ഒരുപാട് നന്ദി. താങ്ക് യു.